മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഹോട്ടലിലെ 3 റൂൾസ് ഒന്ന് ഓർത്തു വച്ചിരിക്കണം. മനസ്സിലായോ? ആദ്യത്തേത്, ഹോട്ടലിലെ സാധനങ്ങളൊന്നും മോഷ്ടിക്കരുത്. രണ്ടാമത്തേത്, ഡിന്നർ രാത്രി 7 മണിക്ക് ശേഷം ക്ലോസ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തേത്, അയ്യോ എന്താ ഇത്? ഇയാള് മൂന്നാമത്തെ റൂൾ പറയുന്നതിന് മുമ്പ് പൊയ്ക്കളഞ്ഞല്ലോ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നമുക്കിവിടെ നിൽക്കണ്ട, വേഗം വാ, പോവാം. എടാ, മെനിഞ്ഞാന്നൊരു സംഭവം നടന്നില്ലേ? എല്ലാം നീ കാരണം ഉണ്ടായതാ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇന്നലെ സംഭവിച്ചില്ലേ, അതൊക്കെ നീ കാരണമാ ഉണ്ടായത്. എനിക്ക് തുമ്മല് വന്നില്ലേ? എല്ലാം നീ കാരണം ഉണ്ടായത്. എനിക്ക് ഈ ചൊറിച്ചിലുണ്ടാവുന്നില്ലേ, അത് നീ കാരണമാ ഉണ്ടായത്. നമ്മൾ വീഴുന്നില്ലേ, അതും നീ കാരണമാണ് സംഭവിച്ചത്. മേഡം കഴിഞ്ഞ ദിവസം കാർ എടുക്കാൻ മറന്നിട്ട് അങ്ങോട്ട് നടന്നാ പോയത്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് മറന്നു, ഇപ്പൊ ഫയലും മറന്നിരിക്കുന്നു. സംശയമുണ്ടോ? എനർജി ഒന്ന് ശേഖരിച്ചു വെച്ചോ പോട്ടെ. മാഡത്തിന്റെ ഓഫീസ് ഉണ്ടല്ലോ, അത് 40ാമത്തെ ഫ്ലോറിലാണ്. 40ാമത്തെ ഫ്ലോറിലോ? എന്റെ അമ്മോ, മേഡം ശൂന്യാകാശത്താ ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ, നീ എന്തിനാ ഈ പേടിപ്പിക്കുന്നേ? എലിവേറ്റർ കയറി പോയാ പോരെ, പടി കയറി പോകണ്ട. സംശയമുണ്ടോ? ഇവിടെ എന്തായി നടക്കുന്നത്? എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യമായിട്ടാ ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്നത്. രക്ഷിക്കണേ. ഒന്ന് വാ എന്റെ കൊച്ചലിയ, അല്ലെങ്കിൽ ഐസ്ക്രീം മൊത്തം അലിഞ്ഞു പോകുന്നേ. അകത്തത് ഫ്രിഡ്ജിലാ വെച്ചിരിക്കുന്നത്, അങ്ങനൊന്നും അലിഞ്ഞു പോയില്ല. സോർദാറും പോപ്പട്ടും ഒന്ന് വന്നോട്ടെ, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ഐസ്ക്രീം, ഐസ്ക്രീം. ശരി, എന്നാ വാ. അവര് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഒരെണ്ണം കൂടി വാങ്ങിച്ച് കഴിക്കാം. നമ്മള് മാഡത്തിന്റെ ഓഫീസിലല്ലേ വന്നത്, അബദ്ധത്തിൽ വാട്ടർ പാർക്കിലൊന്നുമല്ലല്ലോ വന്നത്. പറയടാ, നമ്മളിത് എവിടെയാണ്? ഇവരെന്തിനാ തുറച്ചു നോക്കുന്നത്? സുഖമായി ഉറങ്ങണമെങ്കിൽ ഉറക്കഗുളിക കഴിക്കൂ, അഥവാ ഉറക്കം വന്നില്ലെങ്കിൽ പോയി ചെസ് കളിക്കൂ. ഇതെന്തൊരു ന്യൂസാണിത്? സുഖമായി ഉറങ്ങണമെങ്കിൽ ഉറക്കഗുളിക കഴിക്കൂ, കാരണം ഈ വാർത്ത കേട്ടാൽ നിങ്ങളുടെ ഉറക്കം ഇല്ലാതാകും. കുപ്രസിദ്ധ ഗുണ്ട ഗുണ്ടേഷ് നാട്ടിലുള്ള പല ജനങ്ങളെയും ആളുകളെ വെച്ച് കിഡ്നാപ്പ് ചെയ്ത് അവരെ കൊണ്ട് അയാളുടെ പ്രതിമ ഉണ്ടാക്കിപ്പിക്കുകയാണ്. വിചിത്രമായിരിക്കുന്നു, അതെങ്ങനെ? അയാൾ സിറ്റിയിലെ വലിയ ബിൽഡിംഗ് ജോലി ചെയ്യാൻ നോക്കേ. സോർദാറേ, പോകട്ടെ. പിള്ളേരെ, ജോലി ചെയ്യാ. നീ പ്രതിമയുടെ K4 കാലുണ്ടാക്ക, നീ K4 കൈയുണ്ടാക്കണം, പിന്നെ നീ B4 വിരലുണ്ടാക്കണം. അതെ അനിയ, എല്ലാരെയും ഭീഷണിപ്പെടുത്തി ഇത്രയും വലിയൊരു പ്രതിമ എന്തിനാ ഉണ്ടാക്കുന്നേ? ഞാൻ B4 പ്രതിമ എന്തുകൊണ്ടാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എന്റെ H4 ഹൈറ്റ് കണ്ടിട്ട് എന്റെ N4 കൂട്ടുകാർ എന്നെ K4 കുള്ളൻ എന്നാണ് വിളിച്ചിരുന്നത്. N4 എന്നല്ല, D4 ദോസ്ത്, കൂട്ടുകാർ. അത് പിന്നെ ഞാൻ നീളമുള്ള കൂട്ടുകാരെന്താ ഉദ്ദേശിച്ചതാ. മതി മതി, ജോലി ചെയ്യാ. ഈ ഗുണ്ടേശ് നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാണ്, അത് തെറ്റാണ്. വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോപ്പട്ട് ഒരു ജോലി പോലും മര്യാദക്ക് ചെയ്യാറേ ഇല്ല. പക്ഷെ ഗുണ്ടേശ് പറഞ്ഞപ്പോഴോ അയാളുടെ പ്രതിമ ഉണ്ടാക്കാൻ പോയിരിക്കുക. പോപ്പട്ടിന് എന്നോട് ഈയിടെയായിട്ട് ഒരു സ്നേഹവും ഇല്ല. മിണ്ടാതിരിക്കണ കഴുതേ, ഈ ഗുണ്ടേശിനെ നമുക്ക് അറിയിച്ചേ പറ്റൂ നമ്മൾ ഏത് കൃഷി സ്ഥലത്തെ ക്യാരറ്റ് ആണെന്ന്. നമ്മള് ക്യാരറ്റ് ആണോ? അയ്യോ, ഞാൻ വിചാരിച്ചത് നമ്മള് പൂച്ചകളാണെന്നാണ്. നീ എന്നെ വഞ്ചിച്ചതാണല്ലേ കൊച്ചലിയ. പോപ്പട്ട് സോർദാർ മേഡത്തിന്റെ ഓഫീസിലേക്കാ പോയത്. വലിയ ബിൽഡിംഗ്. വെല്ലിയളിയാ, നമ്മുടെ കൂട്ടുകാർ മേഡത്തിന്റെ ഓഫീസിൽ നിന്നാ കിഡ്നാപ്പ് ആയത്. അവിടെ നിന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം.
നന്നായി പരിശോധിക്കുക വെല്ലുവിളിയ. ഉറപ്പായി ഒരു രഹസ്യവാതിലെങ്ങാനും കാണും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചാൽ അവര് എന്നെ ആയിരിക്കും കൊല്ലുന്നത്. അഥവാ എന്തെങ്കിലും പൊട്ടിപ്പോയാലേ അതിനെ കുറിച്ച് നിങ്ങളുടെ ബോസിനോട് ഞങ്ങൾ ഒന്നും പറയില്ല. എന്നെ കളിയാക്കുന്നോടാ മഞ്ഞപ്പൂച്ചേ. വെല്ലുവിളിയ, ഇനി വീട്ടിലേക്ക് ഓടിക്കാം. ഇതെല്ലാം നീ കാരണമാ ഉണ്ടായത്. അല്ല, നീ കാരണം തന്നെയാ ഉണ്ടായത്. അയ്യോ, എന്റെ F4 ഫേസ്, അനിയ എന്റെ L4 ലെഗ്, എന്റെ R4 ഹാൻഡ്. അയ്യോ, എല്ലാം പോയേ. R4 ഹാൻഡ് അല്ല, H4 ആണ് ഹാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്റെ റൈറ്റ് ഹാൻഡിനെ കുറിച്ചാ പറഞ്ഞത്. പ്രതിമ ഉണ്ടാക്കുന്നതിൽ നല്ലത് ഒരു സ്കൂൾ ഉണ്ടാക്കുന്നതാ. എന്നിട്ട് അവിടെ ഇരുന്ന് 4 ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുതാൻ. ഈ പ്രതിമ ഉണ്ടാക്കിയില്ലെങ്കിലേ എന്റെ കൂട്ടുകാർ എന്നെ K4 കുള്ളാന്ന് വിളിച്ച് കളിയാക്കും. പ്രതിമ ഉണ്ടാക്കുന്നതിൽ നിന്നും ഈ ഗുണ്ടേഷിനെ T4 ആർക്കും തടയാനാവില്ല. സത്യാണോ? എന്നെ കളിയാക്കി സംസാരിക്കുന്നു. ഗാഡ്സ്, A4 അറ്റാക്ക്. ഹണി, ഇവന്റെ കണ്ണി മണ്ണ് വാരി എറിയടാ. എടാ കഴുതേ, നീ പോപ്പട്ടിന്റെ കണ്ണിലേക്ക് എന്തിനാ വണ്ണറിഞ്ഞേ? അവൻ തന്നെ എന്നോട് പറഞ്ഞത് കൊച്ചലിയ. അയ്യോ, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. ആരെങ്കിലും തല്ലി ഓടിക്ക്. എന്റെ M4 മൂക്ക് മുറിച്ചു. ഇനി മുതൽ നിങ്ങൾക്ക് അവധിയാണ്. വേഗം വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ. P4 ബംഗാളിലേക്ക്. എടാ, P4 എന്നല്ല, B4 ആണ് ബംഗാൾ എന്ന് പറയുന്നത്. ഞാൻ പശ്ചിമ ബംഗാളിന്റെ കാര്യം ഉദ്ദേശിച്ചതാ. ഞാൻ ഇന്നലെ R4 അടി തരാനാ ഉദ്ദേശിക്കുന്നത്. R4 അല്ല, A4 ആണ് അടി തരുന്നത്. അതെ, ഞാൻ പക്ഷേ 2 അടി തരുന്ന കാര്യമാ പറഞ്ഞത്. ഓ, ഗുണ്ടേഷ് തന്നെ ഗുണ്ടേഷിനെ കാലോണ്ട് ചവിട്ടി.
നീ നിന്നെ തന്നെ സ്വയം ബഹുമാനിക്കുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാ ഗുണ്ടേഷ് നിന്നെ മറ്റുള്ളവര് ബഹുമാനിക്കുന്നത്? ഓ ഇതെല്ലാം നീ കാരണമാ ഉണ്ടായതാ. എടാ താങ്ക് യു. ഇങ്ങനൊരു നല്ല കാര്യം ചെയ്തതിന്റെ ക്രെഡിറ്റ് നീ എനിക്ക് തന്നെ തന്നല്ലോ. ഐ ലവ് യു മൈ ബ്രോ. ഗുണ്ടേഷ്, ഒരാൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഇനി മേലിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാവും കേട്ടോ. അനിയ എനിക്ക് M4 മാപ്പ് തരണേ. എന്റെ കൂട്ടുകാർ കുള്ളാന്ന് വിളിച്ചാൽ ഞാൻ അത് ക്ഷമിച്ചോളാം. ദൈവത്തെ ഓർത്ത് എന്നെ നിങ്ങൾ A4 അടിച്ചു കൊല്ലല്ലേ. ഇന്ന് മുതൽ ഞാൻ എന്റെ ജോലി മാത്രമല്ല മറ്റൊരാളുടെ ജോലി S4 ഞാൻ സ്വയം ചെയ്തു തീർക്കുന്നതാണ്. ഐ ആം B4 സോറി ബ്രോ. B4 അല്ല, S4 ആ സോറി. അതെ, പക്ഷെ ഞാൻ ബിഗ് സോറിയാ ഉദ്ദേശിച്ചത്. मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। करो सब्सक्राइब, कमेंट एंड लाइक।